ഹലോ, നമ്മളിത് തമിഴ്നാട്ടിൽ കണ്ടതുപോലെ നമ്മുടെ പച്ചക്കറി തോട്ടമാണ് കാണണമെങ്കിലും അതിനു മുമ്പ് ഞങ്ങൾ ഒരു ബിരിയാണി കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ആ ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വേണം നമുക്കിനി ആ പച്ചക്കറി തോട്ടത്തിലോട്ട് പോവാൻ. അതിൻ്റെ എക്സ്പ്ലനേഷൻ എല്ലാം ഞാൻ പറയാം. നമ്മൾ ആദ്യം ഇതിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ ബിരിയാണിയുടെ. ഞങ്ങളുടെ മാർത്താണ്ഡത്തിൽ ഞങ്ങളുടെ ഫ്രണ്ടിനെ ഒരുത്തിനെ കണ്ടിട്ടാണ് ഞങ്ങൾ നേരെ ആ തോട്ടത്തിലോട്ട് പോകുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. അത്യാവശ്യം നല്ല അടിപൊളി ഫുഡാണ് കേട്ടോ. നല്ല ചിക്കൻ ബിരിയാണിയായിരുന്നു. ഇതും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി മാർത്താണ്ഡ ചർച്ചിൻ്റെ അടുത്താണ് അവളെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്ന് നമ്മൾ അവളെ വിസിറ്റ് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ നേരെ നമ്മുടെ തമിഴ്നാട്ടിൽ കണ്ടതുപോലെ പച്ചക്കറി തോട്ടം വിസിറ്റ് ചെയ്യാൻ പോകുന്നത്. സംഭവം അടിപൊളി ഫുഡായിരുന്നു കേട്ടോ. സൂപ്പർ ഫുഡായിരുന്നു. നല്ല ബിരിയാണിയായിരുന്നു. പറയത്തക്ക അടിപൊളി ബിരിയാണിയായിരുന്നു. ഞങ്ങൾ എക്സ്ട്രാ റൈസും കൂടെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല പായസം കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇതും കഴിച്ചിട്ട് നമ്മൾ നേരെ ഇനി ഞാൻ പറഞ്ഞതുപോലെ ചർച്ചിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ചർച്ചിൽ നിന്ന് പോയിട്ടാണ് ഇനി നമുക്ക് നേരെ അവിടെ അങ്ങനെ നമ്മൾ കമ്മലൊക്കെ മേടിച്ചിട്ട് നേരെ തോട്ടത്തിനകത്ത് പോയിട്ടുണ്ടായിരുന്നു. നേരെ ഇനി നമ്മൾ തോട്ടത്തിൽ പോയിട്ട് അവിടുത്തെ വിശദമായിട്ടുള്ള കാര്യം കാണിച്ചു തരാം. ഇതാണ് വഴി. ഇതാണ് തോട്ടം. ഇത് ഫുള്ള് റബ്ബർ തോട്ടം അല്ല. ആവശ്യത്തിന് ഒത്തിരി റബ്ബർ തോട്ടമുണ്ട്. അതിൻ്റെ കൂടെ ഫലപ്രദമായ വൃക്ഷങ്ങളും അവിടെയുണ്ട്. നമ്മുടെ ആദ്യമായിട്ട് നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഫലവൃക്ഷങ്ങൾ ഇവിടെ ഉണ്ടെന്ന്. ഈ തോട്ടത്തിൽ കണ്ടുവരുന്നതാണ് ഒത്തിരി പേരമരമുണ്ട് കേട്ടോ. അത്യാവശ്യം ഒത്തിരി പേരമരമുണ്ട്. പേരമരത്തിലൊന്നാണ് അത്യാവശ്യം കായും ഉണ്ടായിരുന്നു കേട്ടോ. വന്ന് തുടങ്ങിയതേ ഉള്ളൂ. നമുക്കിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇത് വന്നിട്ട് സപ്പോട്ടയാണ്. സപ്പോട്ടയും ഒത്തിരി ഉണ്ട് കേട്ടോ. ഒന്ന് രണ്ടും അല്ല, ഒത്തിരി സപ്പോട്ട ഉണ്ട്. കായയായിട്ടും പഴമായിട്ടും അതുപോലെ തന്നെ ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്നു തുടങ്ങിയ സപ്പോട്ട. ഇതൊക്കെ ഏകദേശം പഴുക്കാറായതാണ്. അത്യാവശ്യം ഒത്തിരി പൂവൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു മരം മാത്രമല്ല കേട്ടോ സപ്പോർട്ട് ആയിട്ടുള്ളത്. വേറെയും നമ്മൾ ഇനി അടുത്ത് ഫെദറായിട്ടുള്ള വീഡിയോയിൽ കാണിക്കുമ്പോൾ അടുത്ത സപ്പോർട്ട മരത്തിൻ്റെ ഡീറ്റെയിൽസ് കാണിക്കാം. ഇത്രയും വലിയ സപ്പോർട്ടയാണ് കേട്ടോ. ആക്ച്വലി നമ്മൾ കാണുന്ന ഈ മീഡിയം ഒരു ചെറിയ ലെവലല്ലേ. അപ്പോൾ അതൊക്കെ കരിവേപ്പില ഉണ്ട് കേട്ടോ. കരിവേപ്പില കൃഷി എല്ലാം സംഭവം എല്ലാം ഉണ്ട്. ഏകദേശം എല്ലാം ഉണ്ട്. ഇത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ വ്യൂ ഇതെല്ലാം റബ്ബർ തോട്ടത്തിൻ്റെ ഓരോ കൃഷിയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു വ്യൂ ആണ് കിട്ടുന്നത്. കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ നിന്നാണ് വെള്ളമൊക്കെ എടുക്കാറ്. ഇവിടുത്തെ വേറെ തൊഴിലാളികളൊക്കെ ഇവിടെ സ്റ്റേ ചെയ്യാറുണ്ട്. അപ്പോൾ അവർക്ക് കുളിക്കാനും നനയ്ക്കാനും ഒക്കെ ഉള്ള ഫെസിലിറ്റിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഇനി അടുത്ത സ്ഥലത്തോട്ട് പോവുകയാണ്. പൈപ്പ് കണക്ഷൻ എല്ലാം ഉണ്ട്. റബ്ബറിൻ്റെ കൃഷിയൊക്കെ നടക്കുന്നുണ്ട് ഒരു ഭാഗത്തൂടെ. നമ്മളിനി അടുത്ത് പോകാൻ പോകുന്ന സ്ഥലം ഇതൊക്കെ ഇവിടുത്തെ പശുക്കൾക്കുള്ള വൈക്കോലും കാര്യങ്ങളുമാണ്. ഇതിൽ നിന്ന് കമ്പോസിങ് എടുക്കാറുണ്ട്. ഇതിൽ നിന്ന് വളങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതാണ് ഉപയോഗിക്കാറെന്ന് പറഞ്ഞത് കേട്ടോ. നമ്മുടെ ചക്കമരം, പ്ലാമരം അടിത്തറ തട്ടി നിൽക്കുകയാണ് ചക്ക. അത്യാവശ്യം ഒത്തിരി ചക്കയുണ്ട് കണ്ടോ. മുകളിലോട്ട് കൊമ്പിലോട്ടൊക്കെ നോക്കിയാൽ ഒത്തിരി ചക്ക അത്യാവശ്യം ഒത്തിരി ഉണ്ട് കണ്ടോ. അങ്ങനെ നമുക്ക് കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പിച്ചത്തി കൊണ്ടുവന്നാൽ ഇവിടെ നിന്ന് നമുക്ക് വെട്ടിയെടുക്കാം. ഒത്തിരി ചക്കയുണ്ട് കണ്ടോ. ചക്കമരത്തിൽ പ്ലാമ. അപ്പോൾ പ്ലാവിൽ ഒത്തിരി നമുക്ക് ചക്ക നമ്മുടെ കൈക്ക് എത്തത്തക്കനെ വെട്ടിയെടുക്കാൻ കണക്കിൽ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വാഴയുണ്ട്. നമ്മുടെ ആദ്യം കണ്ടത് സപ്പോട്ട, പേര, വാഴ, പ്ലാവ്. ഇനി അടുത്ത് നമ്മൾ പോകാൻ പോകുന്ന അടുത്ത സ്ഥലത്തോട്ടാണ്. അടുത്ത ഒരു ഫലപ്രദമായ വൃക്ഷത്തിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ടാങ്കൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ തോട്ടം മുഴുവനും നമ്മുടെ ഫലങ്ങളും അതുപോലെ തന്നെ കൃഷികൾക്ക് വേണ്ടിയിട്ട് മാത്രമുള്ള ഒരു സ്പേസാണ്. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പൈനാപ്പിൾ കൃഷിയുണ്ട് കണ്ടോ. ഒരു ഭാഗത്ത് പൈനാപ്പിൾ കൃഷിയുണ്ട്. നിരന്നിരിക്കുകയാണ്. ഇത് ഫുള്ള് പൈനാപ്പിൾ കൃഷി. വന്ന് തുടങ്ങിയതേ ഉള്ളൂ. വൃത്തിച്ചക്ക വന്ന് തുടങ്ങിയതേ ഉള്ളൂ കണ്ടോ. ഫുള്ള് പൈനാപ്പിൾ കൃഷിയാണ്. അങ്ങ് അറ്റം വരെ കാണുന്നത് ഫുള്ളായിട്ടുള്ളത് പൈനാപ്പിൾ കൃഷിയുടെ സ്ഥലം മാത്രമാണ്. ഒരു സൈഡ് റബ്ബർ കൃഷിയുടേതാണെങ്കിൽ ഇന്നൊരു സൈഡ് പൈനാപ്പിൾ കൃഷി മാത്രമാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോവാം. അടുത്ത സ്ഥലത്ത് നമുക്ക് നാരങ്ങയുടെ കുഞ്ഞു നാരങ്ങയുണ്ട്. ഇവിടെ വലിയ നാരങ്ങയുണ്ട്. പിന്നെ കുഞ്ഞു നാരങ്ങയുടെ ഇച്ചിരി വലുത്
നമ്മുടെ ജ്യൂസ് ലെമൺ ജ്യൂസിനല്ല ഉപയോഗിക്കുന്നത്. ഇത് നമ്മുടെ സാധാ ചെറിയ നാരങ്ങയുടെ കണ്ടോ ഇല മാത്രമേ ഉള്ളൂ. ഇതിൽ പൂവ് വന്നിട്ടുണ്ട്, കായ ആയിട്ടില്ല കേട്ടോ. പൂവൊക്കെ വന്നിട്ടുണ്ട്, പക്ഷേ കായ ആയിട്ടില്ല. അടുത്ത് നമ്മൾ കണ്ടോ ചെറിയ ചെറിയ പൂക്കളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്, കായ ആയിട്ടില്ല. ഇതിൻ്റെ ഇച്ചിരി കൂടെ വലിയ നാരങ്ങയുണ്ട്. എന്ന് വെച്ചാൽ ജ്യൂസ് നമ്മൾ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ആ നാരങ്ങയും ഉണ്ട്, കാച്ചു നിൽപ്പുണ്ട്. കണ്ടോ സംഭവം ഇതാണ്. നമ്മുടെ ഇത് കടകളിലെല്ലാം കണ്ടുവരുന്നു ആ വലിയ നാരങ്ങ. കമ്പിളി നാരങ്ങയല്ല കേട്ടോ, കമ്പിളി നാരങ്ങയല്ല ഉദ്ദേശിച്ചത്, അതും ഉണ്ട്. പക്ഷേ ഇത് നമ്മൾ പിഴിഞ്ഞ് കൊടുക്കുന്ന ആ നാരങ്ങയുടെ ഇച്ചിരി വലുതാണ്. ഇത് പഴുത്തിട്ടില്ല, പച്ചയാണ്. പഴുക്കാൻ ഇച്ചിരി കൂടെ സമയം പിടിക്കും. അപ്പോൾ കണ്ടോ അത്യാവശ്യം ഒത്തിരി ഉണ്ട്. ഇവിടെ പ്ലാവിൻ്റെ തൈ വച്ചിരിക്കുന്ന സ്ഥലമാണ് കേട്ടോ, പ്ലാൻ തോട്ടം. ഇതാ നിൽക്കുന്ന നെല്ലിക്ക. അതുപോലെ തന്നെ നമ്മുടെ തെങ്ങുണ്ട്, അതിൽ ചെങ്കരിക്ക് അത്യാവശ്യം നമുക്ക് എടുക്കത്തങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പം പ്ലാവിൻ്റെ കൃഷിയൊക്കെ കണ്ടിട്ട് നമുക്കിനി അടുത്ത പ്ലേസിലോട്ട് പോവാം. അതാ പൈനാപ്പിൾ തോട്ടമാണ് കേട്ടോ. അടുത്ത് നമുക്ക് സ്പെഷ്യലായിട്ട് കാണാൻ പറ്റുന്നത് ഇഞ്ചി, മഞ്ഞൾ, ഇതൊക്കെ ഉണ്ട് കേട്ടോ. സംഭവം ഏകദേശമുള്ള എല്ലാ സംഭവവും ഇതിനകത്ത് ഈ വലിയ തോട്ടത്തിനകത്ത് തന്നെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഇഞ്ചിയുണ്ട്, മഞ്ഞളുണ്ട്, അതുപോലെ തന്നെ കടുകിൻ്റെ ആ ചെടിയൊക്കെ ഉണ്ട്. ഇതാ നാരങ്ങയുണ്ട്. ഇനി നമുക്ക് അടുത്ത ഇതിലോട്ട് പോവാം. ഓക്കെ, ഇത് ചെങ്കരിക്കിൻ്റെയാണ് കേട്ടോ. സംഭവം കായൊന്നും വന്നിട്ടില്ല. നമ്മുടെ ചെറിയ നാരങ്ങയുടെ അടുത്തതാ സപ്പോട്ട. ഇത് വന്നിട്ട് സ്പെഷ്യലായിട്ടുള്ള ഒരു പേരയ്ക്കയാണ്. ഇതിൻ്റെ കായ് തൊട്ട് അതിൻ്റെ ഇല വരെ ചുമന്നതാണ് കണ്ടോ. നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇതിൻ്റെ ഇത് പഴുക്കുമ്പോഴും ഇതേ സെയിം തന്നെ മെത്തേഡ്, സെയിം ഇത് തന്നെ ആയിരിക്കും. ചുമന്നിട്ടായിരിക്കും അകവും പുറവും എല്ലാം ചുമന്നിട്ടായിരിക്കും ഇരിക്കുക. ഇതിൻ്റെ ഇലകളും ചുമന്നിട്ടായിരിക്കും ഇരിക്കുക. റെയറായിട്ട് നമുക്ക് കണ്ടുവരും. മേ ബി ചിലവരുടെ വീട്ടിൽ കാണും. പക്ഷേ ഇത് ചുമന്ന നമ്മുടെ പേരയ്ക്കയാണ് കേട്ടോ, ചുമന്ന പേരയ്ക്ക. അത്യാവശ്യം കായകളെല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതാ ഒരു കൊമ്പിൽ തന്നെ നമ്മൾ 3-4 കായൊക്കെ കാണാൻ പറ്റും. ഇത് സെയിം സംഭവം നമ്മുടെ സപ്പോട്ട ഒത്തിരി ഉണ്ട് കേട്ടോ, അത്യാവശ്യം ഒത്തിരി ഉണ്ട്. സപ്പോട്ടയുണ്ട്, ചെങ്കരിക്ക്, അതുപോലെ തന്നെ ഈ സൈഡിലെല്ലാം റബ്ബറിൻ്റെ തൈയാണ് കേട്ടോ. പേരയ്ക്ക, ഇത് വേറൊരു ഇനം പേരയ്ക്കയാണ് കേട്ടോ. ഇച്ചിരി വലിയ നമ്മുടെ കടയൊക്കെ വലുതായിട്ടിരിക്കുമല്ലോ, ആ ഇനം പേരയ്ക്കയാണ്. ഇത് ഒന്നും ആയിട്ടില്ല, ഇതിൻ്റെ പിഞ്ചാണ്, ഒട്ടും ആയിട്ടില്ല. ഇന്നും നല്ല വലുതാവും, അത്യാവശ്യം നന്നായിട്ട് വലുതാവും. അപ്പോൾ പേരയ്ക്ക, ചെങ്കരിക്ക്, ഇവിടെയും വേറൊരു ഇനം പ്ലാവ് നിൽപ്പുണ്ട് കേട്ടോ. അപ്പം ഇതാണ് നമ്മൾ വന്ന വഴി. റോഡ് റംബൂട്ടാൻ നിൽക്കുന്നുണ്ട് കണ്ടോ. റംബൂട്ടാൻ പച്ചയാണ്, പഴുത്തിട്ടില്ല. അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ റംബൂട്ടാൻ. ആത്തിച്ചക്ക, ഇതിന് നിങ്ങളുടെ നാട്ടിൽ എന്തോന്ന് പറയുന്ന അറിയില്ല. വലിയ മുന്തിരി എന്ന് പറയും, ആത്തിച്ചക്ക എന്നും പറയും. ആത്തിച്ചക്ക കണ്ടോ, അതിൻ്റെ കായ് ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ, ആത്തിച്ചക്കയുടെ കായ്. അപ്പം അടുത്ത് നമുക്ക് കാണാൻ പറ്റിയൊരു പ്ലാവ്, എല്ലാ സംഭവവും ഉണ്ട്. പ്ലാവ്, മാവ്, ചക്ക, റംബൂട്ടാൻ, ആത്തിച്ചക്ക, ചെറിയ മുന്തിരിങ്ങ എന്ന് വെച്ചാൽ വള്ളിയിലുള്ള അല്ല, ചെറുതായിട്ട് കാച്ചു വരുന്ന മുന്തിരിങ്ങകൾ, അതിൻ്റെ ഇനങ്ങളുണ്ട്. പിന്നെ കുറേ വെറൈറ്റി ആയിട്ടുള്ള കുറേ സസ്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ പേരൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഇത് നമ്മൾ ഷോയ്ക്ക് വേണ്ടിയിട്ട് വയ്ക്കണതാണോ എന്താണെന്നറിയില്ല. ഇത് നമ്മുടെ ഈന്തപ്പനയുടെ കണക്കുണ്ടല്ലേ, അപ്പോൾ സംഭവം ഇതാണ്. അപ്പോൾ ഇത് മാവ്, പ്ലാവ്, ചക്ക, മാങ്ങ എല്ലാം ഉണ്ട് കേട്ടോ. സംഭവം നമുക്ക് നോക്കാവുന്ന അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്ന സംഭവങ്ങൾ മഞ്ഞൾ, മുളക്, അതുപോലെ തന്നെ മല്ലിയുടെ ചെടികൾ, ഇത് എല്ലാ സംഭവവും ചെറുതായിട്ട് പൊടിച്ച് വന്നിട്ടേ ഉള്ളൂ. അതാ ഡീറ്റെയിൽ ഞാൻ കാണിക്കാത്തത്. അതുപോലെ തന്നെ റബ്ബർ തൈയുടെ ആ ഒരു കൃഷി, അതുപോലെ തന്നെ പൈനാപ്പിൾ കൃഷി, അത്യാവശ്യം എല്ലാ കൃഷികളും ഇവിടെ ചെയ്യുന്നുണ്ട് കേട്ടോ. നല്ലൊരു തോട്ടമാണ് ഈ തോട്ടം. കണ്ടോ, ചെങ്കരിക്കാണ്. ചെങ്കരിക്കിൻ്റെ
വേറൊരു നമുക്ക് കൈകൊണ്ട് തന്നെ താഴെ നിന്ന് പറിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം. അപ്പോൾ ഇതാണ് നമ്മൾ ജസ്റ്റ് വിസിറ്റ് ചെയ്തത്. ഇത് ഞങ്ങൾ പോകാൻ വേണ്ടിയിട്ടുള്ള കാരണം എൻ്റെ പപ്പയുടെ ഫ്രണ്ടിൻ്റെ ഒരു സ്ഥലമാണ് കേട്ടോ. ജസ്റ്റ് അദ്ദേഹത്തിനെ പോയി കാണാൻ പോയപ്പോഴത്തേനും നമ്മളിത് വീഡിയോ എടുത്തതാണ് കേട്ടോ. ആങ്കിളിനെ കാണാൻ പോയപ്പോൾ മാത്രം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ നല്ലൊരു കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എടുത്ത വീഡിയോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.